ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലീൻലി. റെയിൽവേ 2025 നടത്തിയ NTPC പ്രിലിംസ് മെയിൻസ് പരീക്ഷകളുടെ ജനറൽ അവെയർനെസ് ക്വസ്റ്റ്യൻസ് അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ലെക്ചേഴ്സാണ് ഈ ചാനലിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഇയർ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വർഷം അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നതാണ്. 10/6/2025 തേർഡ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. By how much did urban infrastructure investments increase from ഫിസിക്കൽ ഇയർ 2019 ടു ഫിസിക്കൽ ഇയർ 2023? കറണ്ട് അഫയേഴ്സിൽ നിന്ന് 2025 വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ 2019 ഫിസിക്കൽ ഇയറിൽ നിന്ന് 2023 വന്നപ്പം എത്ര ശതമാനം ഇൻക്രീസാണ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടായെന്നാണ് ചോദ്യം. 5%, 10%, 8%, 3%. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ 10%. സോ ഇതിനെപ്പറ്റി കൂടുതൽ നോക്കുമ്പം യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ഇന്ത്യ ഇറക്കുന്ന എക്കണോമിക് സർവേ റിപ്പോർട്ടുകളിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞു പോകുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഇറക്കിയ എക്കണോമിക് സർവേയുടെ 2025-26 റിപ്പോർട്ടാണ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ ഔട്ട്ലേ 7.5 ട്രില്യൺ ഫൈനാൻഷ്യൽ 2023 7.5 ട്രില്യൺ റുപ്പീസിൽ നിന്ന് 11.21 lakh crore ഉയർന്നിട്ടുണ്ട്. സോ വിച്ച് മീൻസ് 7.5 ട്രില്യൺ എന്ന് പറയുമ്പം ഏറെക്കുറെ 7,50,000 കോടി രൂപയാണ് വരുന്നത്. അതിൽ നിന്ന് 11.21 ലക്ഷം കോടിയിലേക്ക് കൂടിയിട്ടുണ്ട്. അതൊരു 49% ഇൻക്രീസാണ് കാണിക്കുന്നത്. സോ ഈ ഒരു 3 വർഷ പീരീഡ് എടുക്കുകയാണെങ്കിൽ 41% ഇൻക്രീസാണ് ഉണ്ടായിരിക്കുന്നത്. സോ ഇവിടെ 2019-23 10% ഇവിടെ അത് 49% കൂടിയിട്ടുള്ളത്. സോ ഈ 49% ഓർത്ത് വെച്ചേക്കണം. What was the vote percentage and number of seats secured by the winning party in the 2024 Haryana legislative elections? ഹരിയാനയിൽ നടന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിൽ വിന്നിംഗ് പാർട്ടി എത്ര ശതമാനം വോട്ടാണ് നേടിയെന്നാണ് മറ്റൊരു കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. 39.94 വോട്ട്സ് ആൻഡ് 48 സീറ്റ്സ്, 42.1% വോട്ട്സ് ആൻഡ് 50 സീറ്റ്സ്, 44.85% വോട്ട്സ് ആൻഡ് 52 സീറ്റ്സ്, 36.49% വോട്ട്സ് ആൻഡ് 48 സീറ്റ്സ്. സോ 39.94% വോട്ട്സ് ആൻഡ് 48 സീറ്റ്സ് ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതിനെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നത് BJP ആണ്. അതിന് മുന്നേ നയാബ് സിംഗ് സൈനി ആയിരുന്നു അവിടുത്തെ CM. ഇപ്പോൾ കറൻ്റ്ലി നയാബ് സിംഗ് സൈനി തന്നെയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. വിച്ച് 2 ലീഡേഴ്സ് co-chaired the AI ആക്ഷൻ സമ്മിറ്റ് ഇൻ പാരീസ് ഇൻ February 2025? പാരീസിൽ നടന്ന AI ആക്ഷൻ സമ്മിറ്റ്, ഫെബ്രുവരി 2025 നടന്ന AI ആക്ഷൻ സമ്മിറ്റിൽ ആരൊക്കെയാണ് co-chair ചെയ്തതെന്നാണ്. ഒലാഫ് ഷോൾസ് ആൻഡ് ഷി ജിൻപിങ്, ഋഷി സുനാക് ആൻഡ് നരേന്ദ്രമോദി, ജോയ് ബൈഡൻ ആൻഡ് ഇമ്മാനുവൽ മാക്രോൺ ആൻഡ് നരേന്ദ്രമോദി. എൻ്റെ ആൻസർ ഇമ്മാനുവൽ മാക്രോൺ ആൻഡ് നരേന്ദ്രമോദിയാണ്. ഓക്കെ, പാരീസിൽ നടന്ന AI ആക്ഷൻ സമ്മിറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. സോ ഇപ്പോഴത്തെ കറണ്ട് റിലവൻസ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2026 AI ഇമ്പാക്റ്റ് സമ്മിറ്റ് നടന്നായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ഗ്ലോബൽ സൗത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ സമ്മിറ്റാണ് അത്. നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. നമ്മുടെ PM നരേന്ദ്രമോദിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഹോസ്റ്റ് ചെയ്തത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ആയിട്ടുള്ള ശ്രീ അശ്വിനി വൈഷ്ണവാണ്. ഇതിനകത്ത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് 3 സൂത്രാസ് ആൻഡ് 7 ചക്രാസ്. ഈ 3 സൂത്രാസ് എന്ന് പറയുന്നത് ഈ സബ്മിൻ്റെ മെയിനായിട്ടുള്ള ഫൗണ്ടേഷൻ പില്ലറാണ്. അതായത് പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് പ്രോഗ്രസ്. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. 3 സൂത്രാസ് എന്ന് പറയുന്നത് പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് പ്രോഗ്രസ് ആണ്. ഇനി 7 ചക്രാസ് എന്ന് പറയുന്നത് 7 ചക്രാസിലെ മെയിൻ ആയിട്ടുള്ളൊരു 3 നോക്കുകയാണെങ്കിൽ അത് ഹ്യൂമൻ ക്യാപിറ്റൽ, ഡെമോക്രാറ്റൈസിങ് AI റിസോഴ്സസ് ആൻഡ് AI ഫോർ എക്കണോമിക് ഗ്രോത്ത് ആണ്. ഓക്കെ, ഇതിനെ 7 വർക്കിംഗ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. സോ അതിലെ 7 വർക്കിംഗ് ഗ്രൂപ്പ്സിന് പ്രധാനപ്പെട്ട 3 ഹ്യൂമൻ ക്യാപിറ്റൽ, ഡെമോക്രാറ്റൈസിങ് AI റിസോഴ്സസ് ആൻഡ് AI ഫോർ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ ഒരു സമ്മിറ്റിൽ നിന്നുണ്ടായ മേജർ ഔട്ട്കം ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ AI ഫോർ ഓൾ എന്ന് പറയുന്നൊരു ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഗ്ലോബൽ AI ഇമ്പാക്റ്റ് കോമൺസ്. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റീജിയണിൽ നമ്മൾ AI വെച്ചിട്ട് എന്തെങ്കിലും ഒരു പുതിയതായിട്ടൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ റീജിയണിലേക്കും ആ ഒരു ടെക്നോളജി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് മെയിനായിട്ട് അറ്റൻഡ് ചെയ്ത പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് സാം അൾട്ട്മാൻ ഓപ്പൺ AIയുടെ CEO ആണ്. അതുപോലെ തന്നെ സുന്ദർ പിച്ചൈ ഗൂഗിളിൻ്റെ CEO. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്
വാട്ട് ഈസ് എ മേജർ ഡ്രോബാക്ക് ഓഫ് ദ പാർലമെൻ്ററി സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ഗവർണൻസ് സ്റ്റെബിലിറ്റി? ഗവർണൻസ് സ്റ്റെബിലിറ്റിയുടെ ബേസിൽ നോക്കുവാണെങ്കിൽ പാർലമെൻ്ററി സിസ്റ്റം കൊണ്ടുണ്ടാകുന്ന എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്നാണ്. ഗവൺമെൻറ്റ്സ് മേ കൊളാപ്സ് ഡ്യൂ ടു നോ കോൺഫിഡൻസ് മോഷൻസ് ഓർ കോയിലേഷൻ ഡിസ്പ്യൂട്ട്സ്. ദ പ്രസിഡൻറ്റ് ക്യാൻ ഡിസ്മിസ് ദ പ്രൈം മിനിസ്റ്റർ അറ്റ് എനി ടൈം. പ്രസിഡൻറ്റിന് ഏതൊരു സമയത്തും പ്രൈം മിനിസ്റ്ററിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്മിസ് ചെയ്ത് കളയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും അങ്ങനെ എങ്ങും പറയുന്നില്ല. ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പ്രൈം മിനിസ്റ്ററിന് അങ്ങനെ എപ്പോഴും പ്രസിഡൻറ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്മിസ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ്, ഇലക്ഷൻസ് ആർ ഹെൽഡ് ഓൺലി വൺസ് എവരി ഡിക്കേഡ്. അതായത് 10 വർഷം കൂടുമ്പോഴെന്നാണ് ഇവിടെ പറയുന്നത്. അത് നമുക്കറിയാം 5 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ ഇതുമല്ല. ദ ജുഡീഷ്യറി ഫ്രീക്വൻ്റ്ലി ഓവർ റൂൾസ് എക്സിക്യൂട്ടീവ് ഡിസിഷൻസ്. ജുഡീഷ്യറിക്ക് എക്സിക്യൂട്ടീവ് ഡിസിഷൻസിനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഓവർ റൂൾ ചെയ്യാൻ പറ്റും. അത് പറ്റത്തില്ല നമുക്കറിയാം. നമ്മൾ ആർട്ടിക്കിൾ 50 നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ്? സെപ്പറേഷൻ ഓഫ് പവർ. ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ നമ്മൾ 121-ലും 122-ലും പഠിക്കുന്നുണ്ട്. 121-ൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ കോർട്ടിന് ഒരിക്കലും 121 പറയുന്ന പാർലമെൻറ്റിന് ഒരിക്കലും കോർട്ടിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റത്തില്ല. കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങളെടുത്ത് പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 122-ൽ കോർട്ടിനൊരിക്കലും പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി അതിൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ രണ്ടിലും പറയുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ഇതാണ്. ഗവൺമെൻറ്റ്സ് മേ കൊളാപ്സ് ഡ്യൂ ടു നോ കോൺഫിഡൻസ് മോഷൻ അല്ലെങ്കിൽ കോയിലേഷൻ ഡിസ്പ്യൂട്ട്സ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. സോ ഇതിനകത്ത് പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ഫാസ്റ്റർ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ. ഈ പോളിസികൾ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ലെജിസ്ലേച്ചറിൽ ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നൊരു മെജോറിറ്റി ഉള്ള പാർട്ടി ആയിരിക്കും. സോ അവിടെ പെട്ടെന്ന് തന്നെ ലോസും ബഡ്ജറ്റ്സും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രസിഡൻഷ്യൽ സിസ്റ്റം പോലെയല്ല. ഒരു മെജോറിറ്റി ആൾക്കാരും എന്താണ് ഈ ഭരിക്കുന്ന പാർട്ടിയിലാണ് ഉണ്ടാവുക. സോ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി എന്ത് ചെയ്യും? ഈ ലോസ് ആൻഡ് ബഡ്ജറ്റ്സ് പെട്ടെന്ന് തന്നെ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡയറക്റ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പാർലമെൻറ്റിൽ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ അവർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ അവറിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒപ്പോസിഷൻ പാർട്ടി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് എന്ത് ചെയ്യണം? പാർലമെൻറ്റിൽ എക്സിക്യൂട്ടീവ് എന്തായാലും ഉത്തരം പറഞ്ഞേ മതിയാവും. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരങ്ങൾ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ഭരിക്കുന്ന പാർട്ടി ഇപ്പം പബ്ലിക്കിൻ്റെ കാര്യങ്ങൾ നേരെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു വിശ്വസനീയം മീൻസ് ട്രസ്റ്റ് ലോസ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു ഇലക്ഷന് വേണ്ടി കാത്തിരിക്കാതെ, 5 വർഷം കഴിഞ്ഞൊരു ഇലക്ഷന് വേണ്ടി കാത്തിരിക്കാതെ മോഷൻ ഓഫ് നോ കോൺഫിഡൻസ് ആ ഒരു മൂവ്മെൻറ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഗവൺമെൻറ്റിനെ കൊളാപ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം വന്നത്. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇതൊരു ഗുണമാണെങ്കിലും മറ്റൊരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഈ മോഷൻ ഓഫ് നോ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ദോഷം കൂടിയാണ്. അതായത് ഗവൺമെൻറ്റിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല. നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഗവൺമെൻറ് സ്റ്റെബിലിറ്റി അത്ര നല്ലതായിരിക്കില്ല. അതായത് കോയിലേഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ ഒരു പാർട്ടിക്ക് നല്ലൊരു മെജോറിറ്റി കിട്ടിയിട്ടില്ല എങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്നൊരു കോയിലേഷൻ ഗവൺമെൻറ് ഉണ്ടാവും. അതും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്യൂട്ടിലൂടെ കൊളാപ്സായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻ ക്രൈസിസ്. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു സ്കാൻഡൽ അല്ലെങ്കിൽ നമ്മുടെ ലീഡർ, പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ലീഡർ എന്തെങ്കിലും ഒരു സ്കാൻഡലിൽ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അൺഫിറ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെൻറ്റിനോ പാർട്ടിക്കോ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് ഒരു 5 വർഷം കൂടിയിട്ടേ ഇത് മാറ്റാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. അപ്പം തന്നെ എടുത്ത് മാറ്റാൻ പറ്റും. അത്രയും ഫ്ലെക്സിബിളാണ്. ഇനി കളക്റ്റീവ് ലീഡർഷിപ്പാണ്. അതായത് നമ്മുടെ ഡിസിഷൻസ് ഉണ്ടാക്കുന്നത് ആരല്ല? ഒറ്റയ്ക്ക് ഒരാളല്ല, എപ്പോഴും ക്യാബിനറ്റാണ്. ക്യാബിനറ്റിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കാണും. അതുകൊണ്ട് തന്നെ അത് ഒരാളിലേക്ക് ഫുൾ പവർ പോകുന്നത് ഇല്ലാണ്ടാക്കും. അതായത് ഓട്ടോക്രാറ്റിക് അല്ല ഒരിക്കലും. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഓഫ് കോഴ്സ് എന്ത് ചെയ്യാം? ആ ക്യാബിനറ്റിലുണ്ടാവും. ഇനി ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ റിസ്ക് ഓഫ് ഇൻസ്റ്റബിലിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. കോയിലേഷൻ ഗവൺമെൻറ്റുകൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നല്ല മെജോറിറ്റി കിട്ടിയില്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ടി എന്ത് ചെയ്യും? ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കും ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് കോയിലേഷൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ ഗവൺമെൻറ് കൊളാപ്സ് ആവാം. നെക്സ്റ്റ് ലാക്ക് ഓഫ് ചെക്ക് ആൻഡ് ബാലൻസസ് ആണ്. അതായത് ഇപ്പം ഇതുപോലെ നമ്മൾ ഇലക്ട് ചെയ്യുന്നൊരു ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് ഒരു മാസീവ് മെജോറിറ്റിയിലാണ് ഇലക്ട് ആവുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ
അവർക്കൊരു ലോ പാസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം അവർക്ക് പാർലമെൻറ്റിൽ നല്ല വോട്ട് കിട്ടും. വോട്ട് കിട്ടുന്നതിലൂടെ അവർക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങളും പെട്ടെന്ന് നടത്തിയെടുക്കാൻ പറ്റും അവരുടെ ഇഷ്ടത്തിന്. അപ്പോൾ അതൊരു ഇലക്റ്റീവ് ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്ററൊക്കെ, ഗവർണറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ബോഡിയും, ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ ഇവരും ഈ എക്സിക്യൂട്ടീവിൽ വരുന്ന പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും, അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റിലെ ഒപ്പോസിഷൻ പാർട്ടി, മറ്റ് മിനിസ്റ്റേഴ്സ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ലെജിസ്ലേച്ചർ. അപ്പോൾ ഇവർക്ക് ഇത് രണ്ടും ഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ വീറ്റോ പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മാസ് മെജോറിറ്റി എന്തെങ്കിലും ഒന്ന് പാസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെ അങ്ങനെ പുഷ് ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നോ ഡയറക്റ്റ് ഇലക്ഷൻ ഓഫ് എ ലീഡർ. ഒരു ലീഡറിന് നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്ററിന് ഡയറക്റ്റ് വോട്ട് ചെയ്തല്ല നമ്മളാരും നമ്മുടെ ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ ഇലക്ഷന് അങ്ങനെയല്ല നടക്കുന്നത്. നമ്മുടെ ലോക്കൽ നേതാക്കൾക്ക് വേണ്ടിയിട്ടേ വോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ലോക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്, MLAs, MPs, അവരവിടെ ചെന്നതിന് ശേഷമാണ് പിന്നെ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ നടത്തിയിട്ട് പ്രൈം മിനിസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്നത്. സോ ഇതെന്താണ്, ഒരു തരത്തിൽ അൺഡെമോക്രാറ്റിക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടി ഡിസിപ്ലിൻ ഓവർ ലോക്കൽ നീഡ്സ് ആണ്. അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു ലീഡറുണ്ട്. അപ്പം ആ ലീഡറിന് ഇപ്പം ആ ഏരിയയ്ക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം പാർട്ടി ഡിസിഷന് വേണ്ടിയിട്ട് ഇവർ നിന്ന് കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു ലോക്കൽ ഡിസ്ട്രിക്റ്റിൽ ചിലപ്പം ആ പ്രൈം മിനിസ്റ്ററിന് അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തീരുമാനം ചിലപ്പം പാർട്ടിയുടെ തീരുമാനം കാരണം എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓയിൽ ആൻഡ് ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് ആർ ഫ്ലഷ്ഡ് വിത്ത് നൈട്രജൻ എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അതായത് നൈട്രജൻ കൊണ്ട് ഈ ഓയിൽ ആൻഡ് ഫാറ്റ് അടങ്ങുന്ന ഫുഡ് ഐറ്റംസിൻ്റെ പാക്കറ്റുകൾ നൈട്രജൻ കൊണ്ട് നിറയ്ക്കുന്നത് എന്തിനാണ്? ഓക്കെ, ആഡ്സ് ന്യൂട്രീഷണൽ വാല്യൂ ടു ദ പ്രൊഡക്റ്റ്. ഒരിക്കലും അല്ല, നൈട്രജൻ നമ്മൾ ഫ്ലഷ് ചെയ്തെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റിയെന്ന് പറഞ്ഞ് ഒരിക്കലും അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ ഒന്നും കൂടാൻ പോകുന്നില്ല. റിമൂവ്സ് ഹൈഡ്രജൻ ഫ്രം ദ പാക്കിംഗ്. ഹൈഡ്രജൻ റിമൂവ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, എൻഹാൻസസ് ദ ഫ്ലേവർ ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ ഫ്ലേവർ നൈട്രജൻ അകത്തേക്ക് ഫ്ലഷ് ചെയ്യുന്നതിലൂടെ ഇമ്പ്രൂവ് ആവുമെന്നാണ് പറയുന്നത്. അതൊരിക്കലും ആവത്തില്ല. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് റിമൂവ്സ് ഓക്സിജൻ ഫ്രം ദ പാക്കിംഗ് ആണ്. എന്തിനാണ് ഓക്സിജൻ നമ്മൾ ഓയിൽ ആൻഡ് ഫാറ്റ് അടങ്ങുന്ന ഫുഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. റാൻസിഡിറ്റി എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ഇതിൻ്റെ ബിഹേവിയറിൽ വർക്ക് ചെയ്യുന്നത്. അതായത് റാൻസിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിഡ്, ഓയിൽ കണ്ടൻറ്റ് ഉള്ള ഫുഡിൽ ലിപ്പിഡ് ചെയിൻസ് ഓഫ് കോഴ്സ് ഉണ്ടാകും. ഓയിൽ എന്ന് പറയുന്നത് ലിപ്പിഡ് ചെയിൻസാണ്. അപ്പോൾ ഈ ലിപ്പിഡ് ചെയിൻസിലെ ഡബിൾ ബോൺസ് എന്ത് ചെയ്യും, ഓക്സിജൻ മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്യുന്നതിലൂടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പെറോക്സൈഡുകൾ ഫോം ആവും. ഈ പെറോക്സൈഡുകൾ പിന്നീട് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഡിഹൈഡ്സും കീറ്റോൺസുമായി മാറും. ഓക്കെ, റാൻസിഡിറ്റി എന്ന് പറയുന്നൊരു കെമിക്കൽ പ്രോസസ്സാണ്. ഇതിലെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ലിപ്പിഡ് ചെയിൻസ്, നമ്മുടെ ഓയിലിലെ ലിപ്പിഡ് ചെയിൻസിൻ്റെ ഡബിൾ ബോൺസ് ഓക്സിജൻ മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്യുകയും അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പെറോക്സൈഡുകളായി മാറുകയും ചെയ്യും. ഈ പെറോക്സൈഡുകൾ പിന്നെ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മെല്ലി ആയിട്ടുള്ള ആൽഡിഹൈഡും കീറ്റോൺസുമായി മാറും. അപ്പം എന്ത് ചെയ്യും, ആ ഫുഡ് ഐറ്റം സ്മെല്ല് വരാൻ തുടങ്ങും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്സിജനെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ് നൈട്രജനെ അതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടറ്റോ ചിപ്സ്, നട്ട്സ്, സ്നാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് ഇത് എന്ത് ചെയ്യും, നൈട്രജൻ ഫ്ലഷ് ചെയ്ത് അകത്തേക്ക് ഓക്സിജൻ ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് നൈട്രജൻ അകത്തേക്ക് കയറ്റും. അപ്പം എന്ത് ചെയ്യും, ഇത് ഓക്സിഡേറ്റീവ് റാൻസിഡിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യും. ഒരു നൈട്രജൻ ഒരു പ്രൊട്ടക്റ്റീവ് ഗ്യാസ് ഷീൽഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് പ്രൊവൈഡഡ് എ റെഗുലർ കോഡ് ഓഫ് ഓൾ റെഗുലേഷൻസ് ദാറ്റ് കുഡ് ബി ഇനാക്റ്റഡ് ഫോർ ദ ഇൻറ്റേർണൽ ഗവൺമെൻറ് ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇൻറ്റേർണൽ ഗവൺമെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റെഗുലർ കോഡ് ഓഫ് ഓൾ റെഗുലേഷൻസ് ഏത് ആക്ടിലൂടെയാണ് വന്നതെന്നാണ് ചോദ്യം. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784, ചാർട്ടർ ആക്ട് ഓഫ് 1793, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആൻഡ് ചാർട്ടർ ആക്ട് ഓഫ് 1813. സോ ഇതിൻ്റെ ഉത്തരം ചാർട്ടർ ആക്ട് ഓഫ് 1793 ആണ്. നമുക്ക് ഓരോ ആക്റ്റായിട്ട് നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത് ആക്ച്വലി ആദ്യമായിട്ട് വന്നൊരു മേജർ സ്റ്റെപ്പാണ്. ബ്രിട്ടീഷുകാർ പാർലമെൻ്ററി കൺട്രോളിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആദ്യത്തെ ഒരു മേജർ സ്റ്റെപ്പാണ്. അതിലൂടെയാണ് ബംഗാളിൽ ഗവർണർ ജനറൽ എന്ന് പറയുന്നൊരു പദവി കൊണ്ടുവരികയും അതുപോലെ തന്നെ കൽക്കട്ടയിൽ ആദ്യത്തെ നമ്മുടെ സുപ്രീം കോർട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്. ആദ്യത്തെ കോർട്ടാണ് സുപ്രീം കോർട്ടാണ്, അത് കൽക്കട്ടയിലാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഇനി പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 എടുക്കുകയാണെങ്കിൽ ഇതിലൂടെ ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യലായിട്ടുള്ള
നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയ ഒരു ഇതാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 എടുക്കുകയാണെങ്കിൽ അതിലൂടെ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു പുതിയ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് പോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു പുതിയ രീതി കൊണ്ടുവരുന്നുണ്ട്. അതിൽ അവർ സിവിൽ, മിലിറ്ററി, റവന്യൂ അഫയേഴ്സൊക്കെയാണ് അതിലൂടെ അവർ നോക്കുന്നത്, ബോർഡ് ഓഫ് കൺട്രോൾ നോക്കുന്നത്. അപ്പം ഇത് എന്ത് ചെയ്തു, ഒരു ഡുവൽ സിസ്റ്റം ഓഫ് ഗവർണൻസ് കൊണ്ടുവന്നു. ഓൾറെഡി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതിലൂടെ തന്നെ പിന്നെ ബോർഡ് ഓഫ് കൺട്രോളേഴ്സും കൂടെ കൊണ്ടുവന്നിട്ട് ഒരു ഡുവൽ സിസ്റ്റം ഓഫ് ഗവർണൻസ് കൊണ്ടുവന്നു. ഇത് 1784 കൊണ്ടുവന്നിട്ട് പിന്നീട് ഇത് രണ്ടും കൂടെ നമ്മുടെ 1858 വരെ ഇത് പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെയാണ്, ഈ ഒരു രണ്ട് ബോഡികൾ ഒരുമിച്ചാണ് ഡുവൽ സിസ്റ്റമിലൂടെയാണ് ബ്രിട്ടീഷുകാരിവിടെ ഭരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ഇത് രണ്ടും നിരോധിച്ച് മൊത്തത്തിലുള്ള പവർ എന്തിലേക്ക് പോകുന്നുണ്ട്, ക്രൗണിന് പോകുന്നുണ്ട്, ബ്രിട്ടീഷ് ക്രൗണിന് പോകുന്നുണ്ട്. അതിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കംപ്ലീറ്റ് പവറും പോകുന്നുണ്ട്. ഓക്കെ, ഇത് പിന്നെ ലേറ്റർ എന്ത് ചെയ്തു, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ മാത്രം നോക്കുകയും ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കലായിട്ടുള്ള ബിസിനസ് നോക്കുകയും ചെയ്തു, പൊളിറ്റിക്കൽ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു. ഓക്കെ, സോ ചാർട്ടർ ആക്ട് ഓഫ് 1793 കാര്യം പറയുകയാണെങ്കിൽ ഇതിലൂടെയാണ് റെഗുലർ കോഡ് ഓഫ് റെഗുലേഷൻസ്, നമ്മുടെ ഈ ചോദ്യത്തിലെ ഉത്തരം, റെഗുലർ കോഡ് ഓഫ് റെഗുലേഷൻസ് കൊണ്ടുവന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1793 ഇതിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ഇൻറ്റേർണൽ ഗവർണൻസിന് ആവശ്യമായിട്ടുള്ള ലോകൾ എഴുതപ്പെടുകയും പബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. ഇതെന്ന് പറയുന്നത് ഇതിലൂടെ ആദ്യത്തെ ലോ കമ്മീഷൻ, നമ്മുടെ ലോർഡ് തോമസ് ബാബിങ്ടൺ മക്കാളെ ചെയർമാനായിട്ടുള്ള ഹെഡായിട്ടുള്ള ആദ്യത്തെ ലോ കമ്മീഷൻ കൊണ്ടുവരുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 അതുപോലെ തന്നെ ഇന്ത്യൻ ലോകൾ കൺസോൾഡേറ്റ് ചെയ്യുകയും കോഡിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചാർട്ടർ ആക്ട് ഓഫ് 1833 ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സിംഗ് സഭ മൂവ്മെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് കമ്മ്യൂണിറ്റി? സിംഗ് സഭ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഏത് കമ്മ്യൂണിറ്റിയാണെന്ന് നമുക്കറിയാം, സിഖാണ്. ഹിന്ദു, പാഴ്സി, മുസ്ലിം അല്ല, കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്നതാണ്, സിഖാണ്. ഓക്കെ, സിംഗ് സഭ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 1873 അമൃത്സറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് സിംഗ് സഭ എസ്റ്റാബ്ലിഷ് ആവുന്നത്, 1873 അമൃത്സറിൽ. ദെൻ അതിൻ്റെ ഒരു ബ്രാഞ്ച് ലാഹോറിൽ 1879 ഫോം ആവുന്നുണ്ട്. ഓക്കെ, ഇതിനെ തത്ത് കൽസ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, തത്ത് കൽസ എന്നാണ് ഈ ലാഹോറിലുണ്ടായ 1879 ലാഹോറിലുണ്ടായ ഒരു ഇതിനെ തത്ത് കൽസ എന്നാണ് പറയുന്നത്, തത്ത് കൽസ. ഓക്കെ, തത്ത് കൽസ എന്ന് പറയുന്നുണ്ട്. ദ പ്രൈമറി ഗോൾ വാസ് ടു റീസ്റ്റോർ സിഖിസം ടു ഇറ്റ്സ് പ്രിസ്റ്റൈൻ പ്യൂരിറ്റി. സിഖിസത്തിന് അതിൻ്റെ നോൺ റിച്വൽ പ്രാക്ടീസസ് അതുപോലെ സൂപ്പർസ്റ്റീഷ്യസ് പ്രാക്ടീസസ് എല്ലാം എടുത്തു കളഞ്ഞിട്ട് അതിൻ്റെ പ്രിസ്റ്റൈൻ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ മോഡേൺ എഡ്യൂക്കേഷൻ, സിഖ് റിലീജിയൻ പ്രൊമോട്ട് ചെയ്യും, പ്ലസ് മോഡേൺ എഡ്യൂക്കേഷനും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചു. അതുപോലെ പഞ്ചാബി ലാംഗ്വേജിലെ ഗുർമുഖി സ്ക്രിപ്റ്റും അവർ മാഗസിൻസിലും ബുക്സിലൂടെയൊക്കെ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ നോക്കുക. അമൃത്സറിലുണ്ടായ 1873 സിംഗ് സഭ ഫൗണ്ട് ചെയ്തതും ഫസ്റ്റ് പ്രസിഡൻറ്റും താക്കൂർ സിംഗ് സന്താവാലിയാണ്. ഓക്കെ, താക്കൂർ സിംഗ് സന്താവാലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അത് പിന്നെ സ്പ്രെഡായ ഒരു റാഡിക്കൽ ബ്രാഞ്ച് ആയിട്ടുള്ള ലാഹോറിൽ 1879 ഫോമായ തത്ത് കൽസ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ലാഹോറിലെ ബ്രാഞ്ച് ഈ സിംഗ് സഭ മൂവ്മെൻറ്റ്, ആ ബ്രാഞ്ചിൻ്റെ ലീഡറായിരുന്നു ബായ് ഗുർമുഖ് സിംഗ്. ഓക്കെ, ഗുർമുഖി സ്ക്രിപ്റ്റ്, അത് രണ്ടും കൂടെ എങ്ങനെയും കണക്ട് ചെയ്ത് നോക്കിയാൽ മതി, ബായ് ഗുർമുഖ് സിംഗ്. ഓക്കെ, പിന്നെ രണ്ട് റൈറ്റേഴ്സാണ് ഇവിടെ വരുന്നത്, ഗ്യാനിദിത് സിംഗും ബായ് വീർ സിംഗും. ഗ്യാനിദിത് സിംഗ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ പ്രിൻ്റഡ് മീഡിയാസിലൂടെ റിഫോമിസ്റ്റ് ഐഡിയകൾ സ്പ്രെഡ് ചെയ്തു. ബായ് വീർ സിംഗ് ആണെങ്കിൽ അദ്ദേഹം ചെയ്തത് റിവൈറ്റലൈസ് ചെയ്യുക, സിഖ് ലിറ്ററേച്ചറും ഹിസ്റ്ററിയൊക്കെ റീവൈറ്റലൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, വിച്ച് കൺട്രി ഹെൽഡ് എ പ്രസിഡൻഷ്യൽ റൺ ഓഫ് ഇലക്ഷൻ ഓൺ 13th April 2025 റിസൾട്ടിങ് ഇൻ ദ റീ ഇലക്ഷൻ ഓഫ് ഡാനിയൽ നൊവോബ? ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2025 നടന്ന ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏത് കൺട്രി ആണ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലൂടെ ഡാനിയൽ നോബയെ പ്രസിഡൻ്റ് ആക്കിയെന്നാണ് ചോദ്യം. ആൻസർ ഇക്വഡോറാണ്. ഇക്വഡോറിൻ്റെ പ്രസിഡൻ്റാണ് ഡാനിയൽ നോബ. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് മാർച്ച് 15, 2026 കോങ്കോയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നു. അതുപോലെ ഫെബ്രുവരി
8/2026 പോർച്ചുഗലിൽ നടന്നു. കോങ്കോയിലെ പ്രസിഡൻ്റാണ് ഡെനിസ് സാസോ ഗ്യൂസോ. പുറത്ത് വയ്ക്കുക, കോങ്കോ ഡെനിസ് സാസോ ഗ്യൂസോ. പോർച്ചുഗലിലത് പോർച്ചുഗലിലെ പ്രസിഡൻ്റാണ് കറൻ്റ്ലി അന്റോണിയോ ജോസ് സെഗ്യൂറോ. അപ്പോൾ കോങ്കോയിൽ ഡെനിസ് സാസോ ഗ്യൂസോയും പോർച്ചുഗലിൽ അന്റോണിയോ ജോസ് സെഗ്യൂറോയും. ഹൂ വാസ് ദ ഹെഡ് ഓഫ് ദ കയാസ്ത കമ്മ്യൂണിറ്റി? കയാസ്ത കമ്മ്യൂണിറ്റിയുടെ ഹെഡ് ആരാണ്? ഇത് വന്നിട്ട് നമ്മുടെ ഗുപ്ത എറയിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ടേമാണ്. ഗുപ്ത എറയിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ പേരുകളാണ്, ആ സമയത്ത് കൊടുത്തിരുന്ന ടേംസാണ്. പുസ്തപല, പ്രഥമ കയാസ്ത, ഉപാരിക, പ്രഥമ കുളിക. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രഥമ കുളികയാണ്. അതിൻ്റെ പേര് തന്നെയുണ്ട്, ഹെഡ് ഓഫ് ദ കയാസ്ത, പ്രഥമ കയാസ്ത. ഓക്കെ, പ്രഥമ കയാസ്തയാണ് ഹെഡ് ഓഫ് ദ കയാസ്ത കമ്മ്യൂണിറ്റി. ഇനി കയാസ്ത കമ്മ്യൂണിറ്റിയെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുപ്ത, മുഗൾ, അതുപോലെ ബ്രിട്ടീഷ്, ഈ ഒരു എംപയറിൻ്റെ, ഈ വേരിയസ് ആയിട്ടുള്ള എംപയറിൻ്റെ അണ്ടറിൽ ക്ലറിക്കൽ ജോലികൾ ചെയ്തു വന്നിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കയാസ്ത കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു സ്ക്രൈബൽ, അതുപോലെ തന്നെ ക്ലറിക്കൽ, പിന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മിനിസ്റ്റേഴ്സ്, ജഡ്ജസ്, റെക്കോർഡ് കീപ്പേഴ്സ്, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ജോലികളാണ് ഇവർ ചെയ്തു വന്നിരുന്നത്. ഓക്കെ, ഇനി ഇതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരുകൾ നമുക്ക് നോക്കാം. പ്രഥമ കയാസ്ത നമ്മൾ നേരത്തെ നോക്കി. ചീഫ് സ്ക്രൈബ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ കയാസ്ത കമ്മ്യൂണിറ്റിയാണ്. അദ്ദേഹം ഡിസ്ട്രിക്റ്റ് അഡ്വൈസറി കൗൺസിലിലാണ് ഹെഡായിട്ടിരിക്കുന്നത്. അതാണ് പ്രഥമ കയാസ്ത. അടുത്ത പുസ്തപാല പേര് തന്നെയുണ്ട്, പുസ്തകവുമായിട്ട് റിലേറ്റഡ് ആണ് പുസ്തപാല. റെക്കോർഡ് കീപ്പറാണ്, അതുപോലെ കീപ്പർ ഓഫ് ബുക്സ് ആണ്. ലാൻഡ് റെക്കോർഡ്സ്, ആർക്കൈവ്സ് ഒക്കെ നോക്കുന്ന ആളാണ് പുസ്തപാല. ഇനി സന്ധി വിഗ്രഹ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് വാർ ആൻഡ് പീസ്, ഡിപ്ലോമാറ്റിക് മിനിസ്റ്റർ. അതായത് നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്ധി ചർച്ചയുണ്ടല്ലോ, രണ്ടും കൂടി ഡിപ്ലോമാറ്റിക്കായിട്ട് അവിടെ പീസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ധി ചർച്ചയുണ്ട്. അപ്പം ആ പേര് വെച്ച് ആലോചിച്ചാൽ മതി, സന്ധി വിഗ്രഹിക. ഓക്കെ, ദെൻ അക്ഷപട്ടാലിക എന്ന് പറയുന്നത് കീപ്പർ ഓഫ് റോയൽ സീൽ, അതുപോലെ അക്കൗണ്ട്സ്, റെക്കോർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റോയൽ സീലൊക്കെ നോക്കിയിരുന്ന അക്ഷപട്ടാലികയാണ്. ഇനി ദിവിര എന്ന് പറഞ്ഞാൽ കാശ്മീരിലും വെസ്റ്റേൺ ഇന്ത്യയിലൊക്കെ ക്ലർക്സിന് യൂസ് ചെയ്യുന്ന ഒരു പണ്ടത്തെ ഒരു കോമൺ ടൈമാണ്, ഗുപ്തായറയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കയാസ്ത ശ്രമണയാണെങ്കിൽ ഇതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓർ സൂപ്പർവൈസറാണ്. എയർലി ഇൻസ്ക്രിപ്ഷനിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനെ കയാസ്ത ശ്രമണ എന്ന് വിളിച്ചിരുന്നു. ഇനി ഗുപ്ത പീരീഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഹയറാർക്കി നമുക്ക് നോക്കാം. അവിടെ എംപയറിനെ പറഞ്ഞിരുന്നത് രാജ്യ അല്ലെങ്കിൽ രാഷ്ട്ര എന്നാണ്. രാഷ്ട്രയെ ഹെഡ് ചെയ്യുന്ന ആളാണ് സാമ്രാട്ട് അല്ലെങ്കിൽ മഹാരാജാതി രാജ. പ്രൊവിൻസ്, എംപയറിന് കീഴിൽ വരുന്ന പ്രൊവിൻസുകളെ ഭുക്തി അല്ലെങ്കിൽ ദേശ എന്ന് പറയുന്നു. അത് ഹെഡ് ചെയ്തിരുന്നത് ഉപാരിക. പ്രൊവിൻസ്, ഭുക്തി അല്ലെങ്കിൽ ദേശ ഹെഡ് ചെയ്തിരുന്ന ഉപാരിക. ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ വിഷയ എന്ന് പറയുന്നു. ഡിസ്ട്രിക്റ്റിനെ വിഷയ എന്നാണ് വിളിക്കുന്നത്. വിഷയ ഹെഡ് ചെയ്യുന്ന ആളാണ് വിഷയപതി. വില്ലേജ് ഗ്രാമയാണ്. വില്ലേജിനെ വിളിക്കുന്ന പേരാണ് ഗ്രാമ ഹെഡ് ചെയ്തിരുന്നത് ഗ്രാമിക അല്ലെങ്കിൽ ഗ്രാമാധ്യക്ഷ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുസ്തപല ആരാണെന്ന് നമുക്കറിയാം. പുസ്തപലയാണ് പുസ്തകങ്ങൾ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ആൾ. പ്രഥമ കയാസ്ത ഹെഡ് ഓഫ് ദ കയാസ്ത കമ്മ്യൂണിറ്റി. ഉപാരിക നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മുടെ ഏതാണ്, വില്ലേജ് അല്ല ഡിസ്ട്രിക്റ്റിൻ്റെ പ്രൊവിൻസിൻ്റെ ഹെഡാണ് ഉപാരിക. ഓക്കെ, പ്രൊവിൻസിൻ്റെ ഹെഡാണ് ഉപാരിക. വില്ലേജസിൻ്റെ വന്നിട്ട് ഗ്രാമാധ്യക്ഷ ഗ്രാമികയാണ്. ഡിസ്ട്രിക്റ്റിൻ്റെ വിഷയ അല്ലെങ്കിൽ വിഷയപതി. ഓക്കെ, ഇനി കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുടെ പേര് ഗുപ്ത പീരീഡിൽ നോക്കാം. നഗരശ്രേഷ്ഠി ചീഫ് ബാങ്കർ അല്ലെങ്കിൽ മെർച്ചൻ്റ് ഓഫ് ദ സിറ്റിയാണ്. ചീഫ് ബാങ്കറാണ് നഗരശ്രേഷ്ഠി എന്ന് വിളിക്കുന്നത്. സർത്തവാഹ ലീഡർ ഓഫ് ദ മെർച്ചൻ്റ് ക്യാരവൻസ്, അതായത് നമ്മുടെ ഈ മെർച്ചൻസ് സാധനങ്ങളെ കൊണ്ടുപോകുന്ന ക്യാരവൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെയാണ് സർത്തവാഹ ആലോചിച്ചത്. വഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വാഹനം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ആലോചിച്ചാൽ മതി, സർത്തവാഹ. ഇനി പ്രഥമ കുളിക നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നതാണ്. പ്രഥമ കുളിക എന്ന് പറഞ്ഞാൽ ചീഫ് ആർട്ടിസനാണ്. ഇപ്പോൾ പോട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, കുടങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ ചീഫ് ആർട്ടിസനെയാണ് പ്രഥമ കുളിക എന്ന് വിളിക്കുന്നത്. പ്രഥമ കയാസ്ത നമ്മൾ നോക്കി നേരത്തെ, ഹെഡ് ഓഫ് ദ കയാസ്ത കമ്മ്യൂണിറ്റിയാണ്, ചീഫ് സ്ക്രൈബാണ്. ഓക്കെ, അടുത്ത കമ്പ്യൂട്ടർ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് എ ഷോർട്ട് കട്ട് ടു ഓപ്പൺ ആൻ MS PowerPoint ഫയൽ ഡയറക്ട്ലി ഫ്രം ദ ആപ്ലിക്കേഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു
MS പവർ പോയിൻ്റ് ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് എന്താണെന്നാണ് ചോദ്യം. കൺട്രോൾ പി നമുക്കറിയാം ഏതാണ്, പ്രിൻ്റാണ്. കൺട്രോൾ N ന്യൂ ആയിട്ടൊരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഓപ്പൺ ഇതാണ്, കൺട്രോൾ O ആണ് ഓപ്പൺ ചെയ്യാനാണ് കൺട്രോൾ O ആണ്. കൺട്രോൾ S സേവ് ആണ്. ഓക്കെ, ഓപ്പൺ കൺട്രോൾ O ആണ്. അപ്പോൾ നമുക്ക് കൺട്രോൾ P പ്രിൻ്റ് അല്ലെങ്കിൽ പെൻ ടൂൾ എടുക്കാനാണ്. കൺട്രോൾ N ആണെങ്കിൽ ഒരു ന്യൂ പ്രസൻറ്റേഷൻ തന്നെ, പുതിയൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓപ്പൺ ആയി വരും. കൺട്രോൾ M ആണെങ്കിൽ നമ്മളെ കറണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റേഷനിൽ ഒരു പുതിയ സ്ലൈഡ് ഇൻസെർട്ട് ചെയ്യാനാണ് കൺട്രോൾ M. കൺട്രോൾ S സേവ്. ഓക്കെ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ ലിവ്സ് ഇൻ അർബൻ ഏരിയാസ് അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ്? 2011 സെൻസസ് പ്രകാരം എത്ര പെർസെൻറ്റേജ് പോപ്പുലേഷനാണ് അർബൻ ഏരിയയിൽ താമസിക്കുന്നത്? ഓക്കെ, നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. 31.16% പോപ്പുലേഷനും ഇന്ത്യയുടെ പോപ്പുലേഷനും എവിടെയാണ് താമസിക്കുന്നത്? അർബൻ ഏരിയാസിലാണ് താമസിക്കുന്നത്. നമുക്ക് സെൻസസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് 2011 സെൻസസ് ആണ് ഇപ്പോഴും കറൻ്റ്ലി ഉള്ളത്. അപ്പം അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സെൻസസിൻ്റെ 2011 സെൻസസിൻ്റെ സ്ലോഗൻ ആയിരുന്നു അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അവർ സെൻസസ് അവർ ഫ്യൂച്ചറാണ് സ്ലോഗൻ. ടോട്ടലി ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ 1.21 ബില്യൺ ആണ്, 121.08 കോടി ജനങ്ങൾ. വേൾഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 17.5% വേൾഡ് പോപ്പുലേഷനും ഇന്ത്യയിലാണ് കിടക്കുന്നത്. ഓക്കെ, ഡെക്കാഡൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് നോക്കാം. 2001 നിന്ന് 2011 വന്നപ്പം എത്ര ശതമാനമാണ് ഗ്രോത്ത് റേറ്റ് ഇമ്പ്രൂവ് ആയത്? എത്രത്തോളം? 17.7% ഗ്രോത്ത് ഇൻക്രീസാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് പക്ഷേ എന്ത് ആണ്, 2001 നമ്മൾ നോക്കുമായിരുന്നെങ്കിൽ അത് 21.5% ഗ്രോത്ത് റേറ്റ് അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 17.7% എത്തി. ഇനി നമുക്ക് മോസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റും ലീസ്റ്റ് പോപ്പുലസ് ഒക്കെ നോക്കാം. മോസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ്, 20 കോടി ജനങ്ങൾ. ഉത്തർപ്രദേശ് മോസ്റ്റ് പോപ്പുലസ്, വലിയൊരു സ്റ്റേറ്റാണല്ലോ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഏറ്റവും വലുതല്ല, വലിയ സ്റ്റേറ്റാണ്. ഏറ്റവും വലുത് രാജസ്ഥാനാണ്. ഓക്കെ, ഇനി ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷനുള്ള, ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷനുള്ള സ്റ്റേറ്റാണ് സിക്കിമാണ് ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷനുള്ള സ്റ്റേറ്റ്. ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് വന്നിട്ട് മേഘാലയയിലാണ്. 27.9% ആണ് ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് മേഘാലയയിലാണ്, 27.9%. നാഗാലാൻഡിലാണ് ഏറ്റവും ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ്. ഓക്കെ, അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള നെഗറ്റീവ് ഗ്രോത്ത് റേറ്റുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് നാഗാലാൻഡ്. -0.6% ആണ്. നെഗറ്റീവ് 0.6% ആണ് നാഗാലാൻഡ്. ഓക്കെ, അപ്പം മേഘാലയ, നാഗാലാൻഡ്, നാഗ അങ്ങനെ വല്ലതും ആലോചിച്ചാൽ മതി. ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് എടുക്കുമ്പോൾ നാഗ. ഇനി ഹയസ്റ്റ് ഡെൻസിറ്റി ആണെങ്കിൽ ബീഹാറിലാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ, 1106 persons per square kilometer. ആൻഡ് അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും ലോവസ്റ്റ്, 17 persons per square kilometer. ഇന്ത്യയുടെ ആവറേജ് ലിറ്ററസി റേറ്റ് എടുക്കുകയാണെങ്കിൽ 73% ആണ് ഇന്ത്യയുടെ ആവറേജ് ലിറ്ററസി റേറ്റ്. മെയിൽസിന് കൂടുതലാണ്, 80.9% മെയിൽസിനും ഫീമെയിൽസിന് 64.6%. നമ്മുടെ ലിറ്ററസി റേറ്റ് എടുക്കുമ്പം 73% ഓർത്ത് വയ്ക്കുക, മെയിൽസിന് 80.9%, ഫീമെയിൽസിന് 64.6%. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് നമുക്കറിയാം കേരളം, 94% ആണ് കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ്. ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ബീഹാർ. ഓക്കെ, 61.8. ഓക്കെ, നമ്മൾ ഇതൊക്കെ ആലോചിച്ചാൽ മതി. അവിടെ റോഡിലൊക്കെ നമ്മൾ ടാറൊക്കെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ അവരത് കുത്തിപ്പൊളിച്ചുകൊണ്ടൊക്കെ പോകത്തില്ലേ. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ബീഹാറാണ് ലോവസ്റ്റ് ലിറ്ററസി റേറ്റ്. അങ്ങനെ എങ്ങനെയെങ്കിലും ആലോചിച്ച് വെച്ചാൽ മതി, 61.8%. ഇനി സെക്സ് റേഷ്യോ നോക്കുവാണെങ്കിൽ 1000 മെയിൽസിന് 943 ഫീമെയിൽസാണ് ഓവറോൾ ഇന്ത്യയുടെ സെക്സ് റേഷ്യോ. ഹയസ്റ്റ് സെക്സ് റേഷ്യോ വന്നിട്ട് കേരളത്തിനാണ്, 1084 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഹരിയാന, 879 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചൈൽഡ് സെക്സ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സെക്സ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ 919 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. മോസ്റ്റ് പോപ്പുലസ് യൂണിയൻ ടെറിട്ടറി നമുക്ക് അറിയാവുന്നതാണ്, നമ്മുടെ നാഷണൽ ക്യാപിറ്റലാണ്. ഓക്കെ, ഡൽഹി നാഷണൽ ക്യാപിറ്റലായ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഓക്കെ, അതേതാണെന്ന് വെച്ചാൽ 69th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. 69th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1991. ഇതിലൂടെയാണ് ഡൽഹി എന്തായത്, മോസ്റ്റ് പോപ്പുലസ് യൂണിയൻ ടെറിട്ടറി ആയി. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ തന്നെയാണ്, 69th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1991 നമ്മൾ ഡൽഹി എന്തായത്, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയത്. മോസ്റ്റ് പോപ്പുലസ് യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഡൽഹി തന്നെയാണ്, നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ തന്നെയാണ്.
ഇനി ലീസ്റ്റ് പോപ്പുലസ് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്, നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. ഹയസ്റ്റ് ലിറ്ററസി റേറ്റുള്ള യൂണിയൻ ടെറിട്ടറി നമ്മുടെ കേരളം തന്നെയാണ് ഹയസ്റ്റ് ലിറ്ററസി റേറ്റുള്ള സ്റ്റേറ്റ്. ലക്ഷദ്വീപാണ് ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് യൂണിയൻ ടെറിട്ടറിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ തൊട്ട് അടുത്താണ് കിടക്കുന്നത്. ഓക്കെ, അറേബ്യൻ സീയിൽ. ഇനി ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള യൂണിയൻ ടെറിട്ടറിയാണ് പുതുച്ചേരി. ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള യൂണിയൻ ടെറിട്ടറിയാണ് ദാമൻ ആൻഡ് ദിയു. ഇനി റൂറൽ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 68.8% ടോട്ടൽ പോപ്പുലേഷനും വില്ലേജസിലാണ് താമസിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും റൂറൽ പോപ്പുലേഷനാണ് ഉള്ളത്. ഓക്കെ, അർബൻ പോപ്പുലേഷൻ ആണെങ്കിൽ 31.2, ഇതായിരുന്നു നമ്മുടെ ചോദ്യം. 31.2% ആണ്. 31.16 അല്ലെങ്കിൽ 31.2 ഇതൊക്കെയാണ് അർബൻ പോപ്പുലേഷൻ റേറ്റ് വന്നിട്ട്, അർബൻ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് സിറ്റീസിൽ താമസിക്കുന്ന ആൾക്കാർ. ഇനി മോസ്റ്റ് അർബനൈസ്ഡ് സ്റ്റേറ്റ് ഗോവയാണ്. 62.2% അവിടെ അർബൻ പോപ്പുലേഷനാണ്. ലീസ്റ്റ് അർബനൈസ്ഡ് സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ അത് ഹിമാചൽ പ്രദേശാണ്. വെറും 10% പോപ്പുലേഷൻ മാത്രമേ അവിടെ അർബൻ ഉള്ളൂ. 10% പോപ്പുലേഷൻ മാത്രമേ ഹിമാചൽ പ്രദേശിൽ അർബൻ ഉള്ളൂ. റിലീജിയൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹിന്ദുസാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത്, 79.8%. ദെൻ മുസ്ലിംസ് 14.2%. ഇതൊക്കെ നോക്കിക്കണേ. മുസ്ലിംസ് 14.2%, ക്രിസ്ത്യൻസ് 2.3%, സിഖ്സ് 1.7%, ബുദ്ധിസ്റ്റ്സ് 0.7% ആൻഡ് ജെയിൻസ് 0.4%. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും സെൻസസിനെ പറ്റി ഇത്രയെങ്കിലും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും ഇതിൽ ചോദിക്കും എന്തായാലും. ഓക്കെ, വിച്ച് ഫംഗ്ഷൻ കീ ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഓൾട്ട് ടു ക്ലോസ് ദ കറണ്ട് ആപ്ലിക്കേഷൻ ഇൻ വിൻഡോസ് ആപ്ലിക്കേഷൻ. വിൻഡോസ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ, കറൻ്റ്ലി ഓപ്പൺ ആയിട്ടിരിക്കുന്ന വിൻഡോസ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ ഓൾട്ടിൻ്റെ കൂടെ നമ്മൾ എന്നും കൂടെ പ്രസ് ചെയ്താലാണ് ക്ലോസ് ആവുന്നതാണ് ചോദ്യം. ആൻസർ F4 ആണ്. ഓൾട്ട് പ്ലസ് F4 നമ്മൾ ക്ലിക്ക് ചെയ്താൽ എന്ത് പറ്റും? കറൻ്റ്ലി ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. നമുക്ക് നമ്മുടെ വിൻഡോസിലെ പ്രധാനപ്പെട്ട കുറച്ച് ഷോർട്ട് കട്ട്സ് നോക്കാം. ആൾട്ട് F4 എക്സിറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ക്ലോസ് ആക്റ്റീവ് വിൻഡോ ഇപ്പോൾ പറഞ്ഞത്. ആൾട്ട് F8 ഞെക്കുകയാണെങ്കിൽ മാക്രോസ് ഓപ്പൺ ആവും, അല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പാസ്വേഡ് ഷോ ചെയ്യും, കാണിക്കും. മാക്രോസ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു വല്ല ഇതുപോലെ ഇപ്പം പവർ പോയിൻറ്റ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചോ, അന്നേരം നമുക്ക് ഒന്നിൽ കൂടുതൽ ടേബിൾ ഒരേ ഫോർമാറ്റിൽ തന്നെ വേണം. അതായത് ടേബിളിനൊരു ബോർഡർ വേണം, അതേപോലെ ഈ ഹെഡിങ് ബോൾഡ് ആവണം, ലെഫ്റ്റ് സൈഡിലെ ടേബിളിൽ കിടക്കുന്നത് ബോൾഡ് ആവണം, സൈസ് ഇത്ര വേണം, ഫോണ്ട് സ്റ്റൈൽ ഇത് വേണം. ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് മാക്രോസ് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിനകത്ത് നമ്മൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ കീ അടിച്ചുകൊണ്ട് നമുക്ക് ഒരു ടേബിൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്യാനുള്ള ഇതിനെയാണ് നമ്മൾ മാക്രോസ് എന്നൊക്കെ പറയുന്നത്. ഇനി ആൾട്ട് F10 മെനു ബാർ, ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിലെ മെനു ബാർ ആക്ടിവേറ്റ് ആവാനാണ്. അതുപോലെ തന്നെ ആൾട്ട് F10 ഞെക്കിയാൽ നമുക്ക് ഇപ്പോൾ പവർ പോയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിനകത്ത് സെലക്ഷൻസ് നമുക്ക് ടോഗിൾ ചെയ്യാം. ഹോമിൽ നിന്ന് ഇൻസേർട്ട് നിന്ന് വ്യൂവിലേക്ക്, അങ്ങനെ ഫോർമാറ്റിലേക്കൊക്കെ നമുക്ക് ടോഗിൾ ചെയ്യാം. ഇനി ഓൾട്ട് പ്ലസ് സ്പേസ് ഞെക്കിയാൽ എന്ത് പറ്റും? കൺട്രോൾ മെനു ഓപ്പൺ ആയി വരും, വിൻഡോ കൺട്രോൾ മെനു ഓപ്പൺ ആയി വരും. ഓൾട്ട് പ്ലസ് F1 ഞെക്കിയാൽ സിസ്റ്റം ഇൻഫർമേഷൻ ഓപ്പൺ ആവും. ദെൻ ഓൾട്ട് പ്ലസ് ടാബ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒന്നിൽ കൂടുതൽ ടാബ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇതിൽ നിന്ന് അപ്പുറത്ത് പോകാം, അപ്പുറത്ത് പോകാം, അങ്ങനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾട്ട് പ്ലസ് ടാബ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊഹിബിറ്റ്സ് ഇന്ത്യൻ സിറ്റിസൺസ് ഫ്രം അക്സെപ്റ്റിംഗ് എനി ടൈറ്റിൽ ഫ്രം എ ഫോറിൻ സ്റ്റേറ്റ്? ഓക്കെ, ഫോറിൻ സ്റ്റേറ്റിൽ നിന്ന് ഇന്ത്യൻ സിറ്റിസൺസിന് ടൈറ്റിൽസ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഇത്, അതായത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം വന്നിട്ട് നമുക്കറിയാമല്ലോ, ഓരോന്നായിട്ട് നമുക്കറിയാം. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, റിലീജിയൻ, കാസ്റ്റ്, സെക്സ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15. ഓക്കെ, ആർട്ടിക്കിൾ 16 എന്ന് പറഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ പബ്ലിക് ആയിട്ടുള്ള പബ്ലിക് എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങളിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടണം. അതിൽ ഈ റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ്, സെക്സ് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആർട്ടിക്കിൾ 7, അപ്പോൾ ഇതല്ല. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 18 ആണ് ഇതിൻ്റെ ഉത്തരം. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. ഓക്കെ, നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം. ആർട്ടിക്കിൾ 14 നോക്കുവാണെങ്കിൽ
ആർട്ടിക്കിൾ ഓക്കെ ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 11 വരെയാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ് വരുന്നത്. ഓക്കെ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 തുടങ്ങുന്നത് ആർട്ടിക്കിൾ 12 മുതലാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 12 എന്ന് വെച്ചാൽ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് ലോസ് ഇൻകൺസിസ്റ്റൻറ്റ് ഓർ ഇൻ ഡെറോഗേഷൻ വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന എന്ത് ലോ ഉണ്ടെങ്കിലും അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ആയി ഇൻഡിപെൻഡൻസിന് ശേഷം അത് വോയിഡ് ആയിരിക്കും, അതായത് അത് നിലനിന്ന് പോകില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 13. ഇനി ആർട്ടിക്കിൾ 14 ആണെങ്കിൽ ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ്. ആർട്ടിക്കിൾ 15 എടുക്കുകയാണെങ്കിൽ അത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 15, 16 നമ്മൾ പറഞ്ഞു പബ്ലിക് എൻവയോൺമെൻറ്റ് എംപ്ലോയ്മെൻറ്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി പാടില്ല. 18 നമ്മൾ പറഞ്ഞു അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. മിലിറ്ററി, അക്കാഡമിക് ഇങ്ങനെയുള്ള, അതായത് നമുക്ക് ഡോക്ടറേറ്റ് അങ്ങനെയൊക്കെയുള്ള ടൈറ്റിൽ എടുക്കാം. മിലിറ്ററിക്കാണെങ്കിൽ കേണൽ, ലെഫ്റ്റനൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള ടൈറ്റിൽസ് നമുക്ക് എടുക്കാം, പക്ഷേ വേറെ ടൈറ്റിൽസ് പാടില്ല. ഇനി 19 തൊട്ട് ഫ്രീഡമാണ് വരുന്നത്. 19 പറയുന്നത് ഫ്രീഡം ടു സ്പീച്ച്, ഫ്രീഡം ഓഫ് സ്പീച്ച്, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെൻറ്റ്, റെസിഡൻസ്, പ്രൊഫഷൻ. അതായത് നമുക്ക് സ്പീച്ച് സംസാരിക്കാം, ഓപ്പണായിട്ട് അസംബ്ലി ചെയ്യാം, അസോസിയേറ്റ് ചെയ്യാം, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം, മറ്റൊരു സ്ഥലത്ത് പോയി നമുക്ക് താമസിക്കാം, റിസൈഡ് ചെയ്യാം, അതുപോലെ നമുക്ക് ജോലി ചെയ്യാം. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ആർട്ടിക്കിൾ 20 ആണെങ്കിൽ പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസ്. നമ്മൾ ഒരു കുറ്റകൃത്യം ചെയ്ത് അതിൽ ഒരാൾ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ, നോ ഡബിൾ ജിയോപാഡി, അതായത് ഒന്നിൽ കൂടുതൽ തവണ ഒരു കുറ്റത്തിന് ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് റൈറ്റ് ടു എലിമെൻ്ററി എഡ്യൂക്കേഷൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത് അവരുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി. അത് ഈ ആർട്ടിക്കിൾ 21A വന്നത് നമ്മുടെ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2002 എന്ത് വന്നത്, ഈ എലിമെൻ്ററി എഡ്യൂക്കേഷൻ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി കൊടുത്തത് 21A. 22 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ് ആണ്. അതായത് ഇപ്പം ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഡിറ്റൻഷൻ ചെയ്യാൻ, അതായത് തടവിലാക്കുക. ഡിറ്റൻഷൻ മീൻസ് തടവിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ ലോയറിനെ കാണാനുള്ള അനുവാദം, പിന്നെ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവകാശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ആണ് 22 പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫേമസ് കേസുണ്ട്, AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കേസിൽ ഒരു വിധി വന്നതാണ് 1950 ഒരു കേസാണ്, സുപ്രീം കോടതിയിൽ വന്നൊരു കേസാണ്. ഇതിലെ വിധി പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് അറിയത്തില്ല, ലീഗലി തെളിഞ്ഞില്ല എങ്കിൽ പോലും അയാളെ നമുക്ക് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വയ്ക്കാം. അതും ഇതിനകത്ത് പറയുന്നുണ്ട്, 22 തന്നെ പറയുന്നുണ്ട്. അതായത് കരുതൽ തടങ്കലിൽ വയ്ക്കാം, വീണ്ടും കുറ്റങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കരുതൽ തടങ്കലിൽ അയാളെ വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 22 ക്ലോസിൽ വരുന്നതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 23 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ് ലേബർ പാടില്ല. അതുപോലെ തന്നെ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്, നമ്മൾ ബെഗിങ്ങിന് വേണ്ടിയിട്ട് ബെഗേഴ്സിനെ ഫോഴ്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള, അതിന് വേണ്ടിയിട്ട് ആളെ വിട്ടുവിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 24 ആണെങ്കിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറീസിലും മൈൻസിലും എന്ത് ചെയ്യാൻ പാടില്ല, എംപ്ലോയ് ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. നമ്മുടെ മതത്തിനെ നമുക്ക് ഏത് മതം വേണോ നമുക്ക് തീരുമാനിക്കാം, അതുപോലെ തന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, പ്രൊഫഷൻ ചെയ്യാം, അതിനൊക്കെ ഉള്ള ഫ്രീഡമാണ്. ഇനി 26 ആർട്ടിക്കിൾ 26 പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയറുകൾ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഫ്രീഡം. 27 ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ റിലീജിയൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ടാക്സസ് പേ ചെയ്യാം, അതാണ് 27. ആർട്ടിക്കിൾ 28 പറയുന്നത് ഇപ്പം ഒരു റിലീജിയൻ ആൻഡ് ട്രസ്റ്റിൻ്റെ കീഴിലൊക്കെ ഉള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ, അതാണ് സർട്ടൈൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഓക്കെ, ഗവൺമെൻറ് അണ്ടറിലൊക്കെ വരുന്നതാണെങ്കിൽ അങ്ങനെ പാടില്ല. പക്ഷേ ഒരു റിലീജിയനിലെ ബേസ്ഡ് ആയിട്ട് റിലീജിയൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലൊക്കെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും,
റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ കൊടുക്കാൻ പറ്റും. ഇനി ആർട്ടിക്കിൾ 29 ആണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസിൻ്റെ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, അവരുടെ കൾച്ചറൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 30 ആണെങ്കിൽ മൈനോറിറ്റീസിന് അവരുടേതായ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷും ചെയ്യാം, അഡ്മിനിസ്റ്ററും ചെയ്യാം. ഓക്കെ. ആർട്ടിക്കിൾ 31 ഇപ്പം നിലവിലില്ല, അത് പോയി. ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. റൈറ്റ് പ്രോപ്പർട്ടി ഇപ്പോൾ എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 31 എടുത്ത് കളഞ്ഞിട്ട് 300A മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 44th അമെൻമെൻറ്റ്. ഓക്കെ. 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978, 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978 ഈ റൈറ്റ് പ്രോപ്പർട്ടി എടുത്ത് മാറ്റിയിട്ടത് ആർട്ടിക്കിൾ 300A മാറ്റിയത്. ഓക്കെ. അടുത്ത ആർട്ടിക്കിൾ 32 റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. നമ്മുടെ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് സുപ്രീം കോർട്ടിന് റിട്ടുകൾ ഇഷ്യൂ ചെയ്യാം എന്നുള്ളൊരു ഇതാണ്. ഇതിനകത്ത് ഈ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, അതുപോലെ പ്രൊഹിബിറ്റോ, സെർഷ്യോററി, കോവാറൻറ്റോ, ഇങ്ങനെയുള്ളൊരു 5 എന്ത് പറയുന്നുണ്ട്, റിട്ടുകൾ പറയുന്നുണ്ട്. ഓക്കെ. റിട്ടുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി 33 എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സസ്, പോലീസ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് കുറച്ച് മോഡിഫിക്കേഷൻ പാർലമെൻറ്റിന് വരുത്താം. അതായത് അവർക്ക് എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റും കിട്ടത്തില്ല, കുറച്ച് കാര്യങ്ങൾ കർട്ടൈൽ ചെയ്യും പാർലമെൻറ്റ്. അത് ചെയ്യാമെന്നുള്ളതാണ് ആർട്ടിക്കിൾ 33 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 34 നോക്കുവാണെങ്കിൽ ഒരു ഏരിയയിൽ മാർഷ്യൽ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ എടുത്ത് കളയാം, മീൻസ് കർട്ടൈൽ ചെയ്യാം. ആർട്ടിക്കിൾ 35 എന്ന് പറയുന്നത് ലാസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പെടുന്ന കാര്യങ്ങളൊക്കെ അതിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്നത് ആകെ പാർലമെൻറ്റിന് മാത്രമാണ്. ഓക്കെ. പാർലമെൻറ്റിന് മാത്രമേ ഇവിടുത്തെ പ്രൊവിഷൻസിൽ ചേഞ്ച് വരുത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് ആർട്ടിക്കിൾ 35 പറയുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദി സ്പോർട്സ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ജിയോഗ്രഫി എന്നുള്ളൊരു ക്വസ്റ്റനാണ്. നമുക്ക് നോക്കാം. വിശാഖപട്ടണം നമുക്കറിയാം ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ് വെസ്റ്റേൺ ആണോ? അല്ല, ഈസ്റ്റേൺ. ചെന്നൈ തമിഴ്നാട്ടിലാണ്, ഈസ്റ്റേൺ പാർട്ടാണ്. കൊച്ചിൻ കറക്റ്റാണ്. കൊച്ചിനാണ് നമ്മുടെ കേരളത്തിലെ കൊച്ചി പോർട്ടാണ് ഈ പോർട്ട്. ഓക്കെ. നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ തന്നെ. പാരാദ്വീപ് എവിടെയാണ്? പാരാദ്വീപ് ഒഡീഷയിലാണ്. പാരാദ്വീപ് വെസ്റ്റേൺ അല്ല, ഈസ്റ്റേൺ ആണ്. ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർട്ട്സ് നമുക്ക് നോക്കാം. ദീൻ ദയാൽ പോർട്ട്, കാൺല, ഗുജറാത്തിലെ കാൺലയിലുള്ള ദീൻ ദയാൽ പോർട്ട് അറിയാം. ഇതിൽ പറയുന്നതെല്ലാം വെസ്റ്റേൺ ആണ്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈസ്റ്റേൺ നോക്കാം. വെസ്റ്റിലുള്ളതാണ് ദീൻ ദയാൽ പോർട്ട്, ഗുജറാത്ത്. അത് ലാർജസ്റ്റ് പോർട്ട്, ഏറ്റവും കൂടുതൽ വോളിയം ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടാണ് ഏത്, ദീൻ ദയാൽ പോർട്ട്. മുംബൈ പോർട്ട് ട്രസ്റ്റ് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ നാച്ചുറൽ പോർട്ടാണ്, അതുപോലെ തന്നെ ട്രഡീഷണൽ ഹബ്ബുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ പോർട്ടും ട്രഡീഷണൽ ഹബ്ബുമാണ് മുംബൈ പോർട്ട് ട്രസ്റ്റ്. ഇനി ജവഹർലാൽ നെഹ്റു പോർട്ട്, JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് മഹാരാഷ്ട്രയിലാണ്. നാവാഷേവ പോർട്ട് എന്ന് പറയും, നാവി മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ബിസിയസ്റ്റും ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ടും ഏതാണ്, JNPT ആണ്, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. ദെൻ ഗോവയിലുള്ള മൊർമുഗാവോ പോർട്ട് നോക്കുകയാണെങ്കിൽ അയൺ ഓറൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് മെയിനായിട്ടും അങ്ങനെയുള്ളൊരു പോർട്ടാണ് മൊർമുഗാവോ പോർട്ട് ഓഫ് ഗോവ. ന്യൂ മാംഗ്ലൂർ പോർട്ട് കർണാടകയിലുള്ള ന്യൂ മാംഗ്ലൂർ പോർട്ട് ഏതാണ്, നമ്മുടെ ഇതുപോലെയാണ് അയൺ ഓറും കോഫിയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്. കോഫി, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിലെ 70% കോഫി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് കർണാടകയാണ്. സോ കോഫി അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. കോഫി, അയൺ ഓർ, ന്യൂ മാംഗ്ലൂർ പോർട്ട്. ഇനി കൊച്ചിൻ പോർട്ട് കേരളം എടുക്കുകയാണെങ്കിൽ നാച്ചുറൽ പോർട്ടാണ്. ടീ, സ്പൈസസ്, സോൾട്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈസ്റ്റ് കോസ്റ്റിലുള്ള പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്, വെസ്റ്റ് ബംഗാൾ. ഇത് ഇന്ത്യയിലെ ഒരേ ഒരു മേജർ റിവർ റെയിൻ പോർട്ടാണ്. ഇത് ഈ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയിലാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത ഹാൽഡിയയിൽ ഇന്ത്യയിലെ ഒരേ ഒരു മേജർ റിവർ റെയിൻ പോർട്ടാണ്. ഇനി ഒഡീഷയിലെ പാരാദീപ് പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബൾക്ക് ഡ്രൈ കാർഗോകൾ, ഈ അയൺ ഓർ, അതുപോലെ കോള്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ് പാരാദീപ് പോർട്ട് ഒഡീഷയിലെ. ഇനി വിശാഖപട്ടണം പോർട്ട് ആന്ധ്രാപ്രദേശ്, ഇന്ത്യയിലെ ഡീപ്പസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് പോർട്ട് ഓഫ് ഇന്ത്യയാണ് ഏത്, വിശാഖപട്ടണം പോർട്ട്. ഇതുപോലെ അയൺ ഓറൊക്കെ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും
ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്ന ഒരു പോർട്ടാണ്. ഇനി കാമരാജാർ പോർട്ട് ഏനൂർ, തമിഴ്നാട്ടിൽ മെയിനായിട്ട് 3 പോർട്ടുണ്ട്: കാമരാജാർ, ചെന്നൈ ആൻഡ് വി ഒ ചിദംബരം. കാമരാജാർ പോർട്ട് ഇന്ത്യയുടെ ആദ്യത്തെയും ഒരേ ഒരു കോർപ്പറേറ്റ് മേജർ പോർട്ടാണ് കാമരാജാർ പോർട്ട്. ചെന്നൈ ആണെങ്കിൽ സെക്കൻഡ്, നമ്മുടെ മുംബൈ പോർട്ട് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ബിസിയസ്റ്റ് കണ്ടെയ്നർ പോർട്ടാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാവി മുംബൈയിലെ JNPT ആയിരുന്നു. സെക്കൻഡ് ബിസിയസ്റ്റ് പോർട്ടാണ് ജവഹർലാൽ നെഹ്റു JNPT മഹാരാഷ്ട്രയാണ് ബിസിയസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട്. സെക്കൻഡ് പൊസിഷനാണ് ആർക്കുള്ളത്? ചെന്നൈ പോർട്ടിന്. ബിസിയസ്റ്റ് കണ്ടെയ്നർ പോർട്ടാണ്. ഈസ്റ്റ് കോസ്റ്റിലെ ലാർജസ്റ്റുമാണ് ചെന്നൈ പോർട്ട്. ഇനി VO ചിദംബനാർ പോർട്ട് തൂത്തുക്കുടി എടുത്താൽ തമിഴ്നാടാണ്. അത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഡീപ് സീ ഹാർബറാണ്. കോളും ഫെർട്ടിലൈസറൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടാണ് VO ചിദംബനാർ പോർട്ട്. ഇനി ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയർ പോർട്ട്. പോർട്ട് ബ്ലെയർ പോർട്ട് എന്താണ്? ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്കൽ പോയിൻ്റാണ് പോർട്ട് ബ്ലെയർ പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ചോദ്യമാണ്. ഇൻ ജാനുവരി 2025 ഹൂ വാസ് ഓണേഡ് വിത്ത് ദ മഹാരാജ ഹരി സിംഗ് അവാർഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ? ജമ്മു ആൻഡ് കാശ്മീരിലെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനായിട്ട് മഹാരാജ ഹരി സിംഗ് അവാർഡ് കിട്ടിയ വ്യക്തി ആരെന്നാണ് ചോദ്യം. ആൻസർ മനോജ് സിൻഹയാണ്. മനോജ് സിൻഹ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീറാണ്. യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് ഇപ്പോൾ അവിടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്നാണ് പറയുന്നത്. ലെഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീറാണ് മനോജ് സിൻഹ. സ്റ്റേറ്റുകൾക്ക് ഗവർണറും ഈ യൂണിയൻ ടെറിട്ടറീസിന് ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സുമാണ്. ഇനി സത്യപാൽ മാലിക് ജമ്മു ആൻഡ് കാശ്മീരിലെ തന്നെ 2019 ആ ഒരു കാലഘട്ടത്തിൽ ഗവർണറായിരുന്നു. സത്യപാൽ മാലിക് നമ്മുടെ ജമ്മു കാശ്മീർ സ്റ്റേറ്റായിട്ടിരുന്ന സമയത്ത് അവിടുത്തെ ഗവർണറായിരുന്നു. പിന്നെ അത് എന്തായി? ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയായി. അതിനുശേഷം മനോജ് സിൻഹ വന്നു. ഗിരീഷ് ചന്ദ്ര മുർമു നമ്മുടെ പ്രീവിയസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. I think 24th ഏതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഗിരീഷ് ചന്ദ്ര മുർമു. കറൻ്റ്ലി സഞ്ജയ് മൂർത്തിയാണ് ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പ്രീവിയസ്ലി ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു. രാജ്നാഥ് സിംഗ് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററാണ്. ഇൻ മാർച്ച് 2025 വിച്ച് നാഷണൽ ഡേ ഓർ വീക്ക് എംഫസൈസ്ഡ് ഇൻഡസ്ട്രിയൽ വർക്ക് പ്ലേസ് സേഫ്റ്റി ഏത് ദിവസമാണ്? ഏത് ഡേ ഓർ വീക്കാണ് എംഫസൈസ് ചെയ്തതെന്നാണ് ചോദ്യം. അത് ഏത് മാർച്ചിൽ ഏത് നാഷണൽ ഡേ ഓർ വീക്കാണ് എംഫസൈസ് ചെയ്യുന്നതാണ് ചോദ്യം. ഭാരത് സുരക്ഷാ വീക്ക്, സേഫ്റ്റി ആൻഡ് ലേബർ ഡേ, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡേ, നാഷണൽ സേഫ്റ്റി വീക്ക്. മാർച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നാഷണൽ സേഫ്റ്റി വീക്കാണ്. ഇൻഡസ്ട്രിയൽ വർക്ക് പ്ലേസ് സേഫ്റ്റിയിൽ നാഷണൽ സേഫ്റ്റി വീക്കാണ് മാർച്ച് 2025. ഇത് 2025 കാര്യമാണ് ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് 2026 നോക്കാം. 2026 തീമാണ് നാഷണൽ സേഫ്റ്റി വീക്കിൻ്റെ അല്ലെങ്കിൽ ഡേയുടെ തീമാണ് എൻഗേജ്, എഡ്യൂക്കേറ്റ് ആൻഡ് എംപവർ പീപ്പിൾ ടു എൻഹാൻസ് സേഫ്റ്റി. എല്ലാം ഈ ആണ്. എൻഗേജ്, എഡ്യൂക്കേറ്റ് ആൻഡ് എംപവർ പീപ്പിൾ ടു എൻഹാൻസ് സേഫ്റ്റി. നാഷണൽ സേഫ്റ്റി ഡേ മാർച്ച് 4, 2026 ആണ്. മാർച്ച് 4 ആണ് നാഷണൽ സേഫ്റ്റി ഡേ. അതുപോലെ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നാഷണൽ സേഫ്റ്റി ഡേ മാർച്ച് 4. നാഷണൽ സേഫ്റ്റി വീക്ക് നോക്കുകയാണെങ്കിൽ മാർച്ച് 4 to 10 നാഷണൽ സേഫ്റ്റി വീക്ക്. നാഷണൽ സേഫ്റ്റി മന്താണ് മാർച്ച്. ഇത് നോക്കി വെച്ചേക്കണം. നാഷണൽ സേഫ്റ്റി ഡേ ആണ് മാർച്ച് 4, നാഷണൽ സേഫ്റ്റി വീക്കാണ് മാർച്ച് 4 to 10, നാഷണൽ സേഫ്റ്റി മന്താണ് മാർച്ച് 2026. മാർച്ച് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ സേഫ്റ്റി മന്താണ്. ഇനി ഇതോർത്ത് വെച്ചോ. എൻഗേജ്, എഡ്യൂക്കേറ്റ് ആൻഡ് എംപവർ പീപ്പിൾ ടു എൻഹാൻസ് സേഫ്റ്റി. കമ്പ്യൂട്ടറിന് ചോദിച്ച മറ്റൊരു ചോദ്യം. ഇഫ് യു മൂവ് ടെക്സ്റ്റ് യൂസിങ് കട്ട് ആൻഡ് പേസ്റ്റ്, വെയർ ഡസ് ദ ടെക്സ്റ്റ് ഗോ ബിഫോർ ബീങ് പേസ്റ്റഡ് ഇൻ MS ഓഫീസ്? നമ്മൾ കട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എവിടെയാണ് ഈ ടെക്സ്റ്റ് സേവ് ആവുന്നതാണ് ചോദ്യം. ഇത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ക്ലിപ്പ് ബോർഡാണ്. ടു ദ ക്ലിപ്പ് ബോർഡ്. നമ്മൾ കോപ്പി ചെയ്യുന്ന സമയത്ത് എഴുതി കാണിക്കാറുണ്ട്. എന്താണ്? സേവ് ടു ദ ക്ലിപ്പ് ബോർഡ് എന്നൊക്കെ എഴുതി കാണിക്കാറുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റും. ടു ദ ക്ലിപ്പ് ബോർഡാണ്. റീസൈക്കിൾ ബില്ലിലോട്ട് പോകത്തില്ല. ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് റീസൈക്കിൾ ബില്ലിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഡിസപ്പിയർ ഒന്നും ചെയ്യത്തില്ല. ടെക്സ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന ഡിസപ്പിയർ ആയിട്ടല്ലല്ലോ. സോ അത്
ഡിസപ്പിയറും ചെയ്യത്തില്ല, ഇത് പോകുന്നത് ടു ദ ക്ലിപ്പ് ബോർഡാണ്. ഇനി വെൻ വർക്കിംഗ് വിത്ത് ടെക്സ്റ്റ് റാപ്പിംഗ് around an image in MS Word, which layout option provides the most flexibility in precisely positioning the image relative to the text and other elements, ignoring the text flow. അതായത് നമ്മൾ ലേഔട്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ്, ഒരു പാരഗ്രാഫിലോ മറ്റോ നമ്മളൊരു ഇമേജ് കൊണ്ടുവരികയാണെങ്കിൽ ആ ഇമേജിന് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മൂവ് ചെയ്യാനും പൊസിഷൻ ചെയ്യാനൊക്കെ പറ്റുന്നത് ഏത് ലേഔട്ട് ഓപ്ഷനിലാണെന്നാണ്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ബിഹൈൻഡ് ടെക്സ്റ്റ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ് ആണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് MS വേർഡിലെ പ്രധാനപ്പെട്ട കുറേ ലേഔട്ട് ഓപ്ഷൻസാണ്. ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെയൊക്കെ തുടക്കത്തിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഇമേജ്, ഇപ്പോൾ ഒരു ഐക്കണായിട്ടോ ഇമോജി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പോയിൻ്റ് ആയിട്ടോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അവിടെ ഇമേജ് എന്ത് ചെയ്യും, ഒരു ലാർജ് ടെക്സ്റ്റ് ക്യാരക്ടറായിട്ട് തന്നെ, ടെക്സ്റ്റിൻ്റെ ഒരു ലാർജ് ക്യാരക്ടറായിട്ട് തന്നെ അത് ആക്ട് ചെയ്യും. അതെന്താണ്, ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേസ് ആൻഡ് ഓൺ എ സ്പെസിഫിക് ലൈൻ ആൻഡ് മൂവ്സ് ഇഫ് ടെക്സ്റ്റ് ഈസ് ആഡ് അബവ് ഇറ്റ്. ടെക്സ്റ്റ് ആഡ് ചെയ്താൽ അത് മൂവ് ചെയ്യും. ഓക്കെ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫിൻ്റെ തുടക്കത്തിലോ മറ്റോ നമുക്ക് ഒരു പിക്ചറിൻ്റെ എറൗണ്ടായിട്ട് എന്ത് വരണം, ടെക്സ്റ്റ് വരണം. അപ്പോഴാണ് നമ്മൾ സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അത് റെക്റ്റാങ്കുലർ ബൗണ്ടറി എറൗണ്ടായിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെ ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ എത്ര എഴുത്ത്, ഇവിടെ എത്ര എഴുത്ത്, ഇവിടെ എഴുത്ത്, അല്ലെങ്കിൽ മൊത്തത്തിലെഴുത്ത്, ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളിലൊക്കെ പാരഗ്രാഫിൽ ലെഫ്റ്റോ റൈറ്റോ ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. ഒരു ഇമേജ് വെച്ചിട്ട് അവിടെ നമ്മൾ പാരഗ്രാഫ് തുടങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ അടിക്കുന്ന സമയത്ത്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കി കാണാം. ഇനി ടൈറ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് എന്ത് ചെയ്യും, ഈ ടൈറ്റ് ആണെങ്കിൽ നമ്മൾ സ്ക്വയർ കണക്കല്ല, റെക്റ്റാങ്കുലർ ബോക്സ് ഒന്നും നോക്കത്തില്ല. അത് ഏത് ഷേപ്പിൽ ഇമേജ് ആണെങ്കിലും അതിന് എറൗണ്ടായിട്ട് അത് റാപ്പ് ചെയ്യും. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള PNG അങ്ങനെയുള്ള PNG ഇമേജുകളുണ്ടല്ലോ, നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഇമേജ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണത്തില്ല, ആ ഒരു മെയിൻ സാധനം മാത്രമേ കാണൂ. അപ്പോൾ അതുപോലുള്ള ഇറഗുലർ ഷേപ്പുകളിലൊക്കെ എറൗണ്ടായിട്ട് സ്പേസ് സേവ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ടൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ത്രൂ ആണെങ്കിൽ ഇപ്പം നമ്മളൊരു വെക്കുന്ന ഒരു ഇമേജിൽ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോൾ ഉൾപ്പെടെ എന്ത് ചെയ്യും, ഫില്ലായിട്ട് വരും. കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനും ക്രിയേറ്റീവ് ലേഔട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ത്രൂ യൂസ് ചെയ്യുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം ആണെങ്കിൽ പിക്ചർ ഒരു സ്ഥലത്തിരിക്കും, അതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും എന്ത് വരും, ടെക്സ്റ്റുകൾ വരും. ഓക്കെ. ബിഹൈൻഡ് ടെക്സ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ്, ഇതായിരുന്നു നമ്മുടെ ഉത്തരം. ഇതെന്ന് വെച്ചാൽ എന്താണ്, ടെക്സ്റ്റിന് മുകളിൽ ഇമേജ് വരാം, ടെക്സ്റ്റിന് താഴെ. ഇപ്പോൾ ബിഹൈൻഡ് ആണെങ്കിൽ അതൊരു വാട്ടർ മാർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പവർ പോയിൻറ്റിൽ തന്നെ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടാണ്, അതിൻ്റെ മേളിലാണ് ഈ ടെക്സ്റ്റുകൾ വന്നേക്കുന്നത്. അപ്പോൾ അതാണ് ബിഹൈൻഡ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റിന് അല്ലെങ്കിൽ ഇമേജിന് ടെക്സ്റ്റ് ഇരിക്കുന്നോ ഇമേജ് ഇരിക്കുന്നോ ഒരു വിഷയമല്ല, അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് ബാക്കിലിരിക്കും, ഇമേജ് ഫ്രണ്ടിൽ വരും. അവിടെ എന്ത് തന്നെയാണ്, ഇമേജിന് മൂവ് ചെയ്യുന്നത് കൊണ്ട് ടെക്സ്റ്റിന് മാറ്റമോ മറ്റോ ഒന്നും വരുത്തത്തില്ല. അല്ലാത്ത ലേഔട്ട് ഓപ്ഷനൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇമേജ് കൊണ്ടിവിടെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ ടെക്സ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ഒക്കെ അങ്ങനെ മാറിപ്പോവും. പിന്നെ അത് അറേഞ്ച് ചെയ്യാനൊക്കെ പാടാണ്. അപ്പോൾ അതാണ് ബിഹൈൻഡ് ദ ടെക്സ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെക്സ്റ്റ്. ഓക്കെ. Who among the following was the president of the Board of Control? The Board of Control ചോദിച്ചിട്ടുണ്ട്. Board of Control at the time of charter renewal in 1793. 1793 ചാർട്ടർ റിന്യൂവൽ സമയത്ത് ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ. തോമസ് ടൗൺഷെൻഡ്, ഹെൻറി ഡുണ്ടാസ്, വില്യം ഗ്രൻവൈൽ, ജോർജ് ലെഗേ. ഓക്കെ. ആൻസർ ഹെൻറി ഡുണ്ടാസ് ആണ്. നമുക്ക് നോക്കാം. ബോർഡ് ഓഫ് കൺട്രോൾ അറിയാമല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ബോർഡ് ഓഫ് കൺട്രോൾ വരുന്നത്. ബോർഡ് ഓഫ് കൺട്രോൾ വരുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 തന്നെയാണ്. ഓക്കെ. ബോർഡ് ഓഫ് കൺട്രോൾ നോക്കിയിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് 1773 ചാർട്ടർ ആക്ടിലൂടെ വന്നതാണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നോക്കിയിരുന്നത് എന്താണ്, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, കോർട്ടിൽ സി ഉണ്ട്, കൊമേഴ്ഷ്യൽ സി ഉണ്ട്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. ഇനി നമുക്ക് ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ ഒരു മെയിനായിട്ടുള്ള കോമ്പോസിഷനൊക്കെ നോക്കാം. 6 കമ്മീഷണേഴ്സ് കാണും ബോർഡ് ഓഫ് കൺട്രോളിൽ. അതിൽ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റും ചാൻസലർ ഓഫ് ദ എക്സ്ചെക്കറൊക്കെ കാണും. ഡുവൽ കൺട്രോളാണുള്ളത്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളും. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു, കൊമേഴ്ഷ്യൽ മാനേജ് ചെയ്തു, ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ മാനേജ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ ഡുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി ചാർട്ടർ ആക്ട് ഓഫ് 1793 എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്തു, നമ്മുടെ ഈ ബോർഡ് മെമ്പേഴ്സിനുള്ള ശമ്പളമൊക്കെ ഇന്ത്യൻ റവന്യൂ എന്ന് തന്നെ പേ ചെയ്യണമെന്ന് ചാർട്ടർ ആക്ട് ഓഫ് 1793 പറയുന്നുണ്ട്.
ഓക്കെ, ഇന്ത്യൻ റവന്യൂ തന്നെ ബോർഡ് ഓഫ് കൺട്രോളറിലുള്ള മെമ്പേഴ്സിന് ശമ്പളം കൊടുക്കണം എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1793 ഇനി ചാർട്ടർ ആക്ട് ഓഫ് 1813 എടുക്കുകയാണെങ്കിൽ ബോർഡിൻ്റെ പവർ എന്താണ്, കമ്പനിയുടെ റിലീജിയസും എഡ്യൂക്കേഷനായിട്ടുള്ള പോളിസീസ് ചേഞ്ച് വരുത്താൻ അല്ലെങ്കിൽ അത് ഓവർസീ ചെയ്യാനൊക്കെ ഉള്ള പവർ ബോർഡിന് കൊടുത്തു ചാർട്ടർ ആക്ട് ഓഫ് 1813 റിലീജിയസ് എഡ്യൂക്കേഷൻ പോളിസീസിലൊക്കെ. ചാർട്ടർ ആക്ട് ഓഫ് 1833 എടുക്കുകയാണെങ്കിൽ ഇതിലൂടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ചാർട്ടർ ആക്ട് ഓഫ് 1813 മറ്റൊരു കാര്യം ആലോചിക്കണം. ചാർട്ടർ ആക്ട് ഓഫ് 1813 നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മോണോപ്പൊളി കുറേശ്ശെ നഷ്ടപ്പെടാൻ തുടങ്ങി. അതായത് 1813 വന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും നോക്കിക്കൊണ്ടിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചൈനയുമായിട്ടുള്ള എക്സ്പോർട്ട്, അതുപോലെ ടീ എക്സ്പോർട്ട്, ചൈനയുമായിട്ടുള്ള ട്രേഡ്, ഇത് മാത്രമേ നോക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ 1833 ആയപ്പോൾ. ഇനി 1813 ആയപ്പോൾ ചൈനയായിട്ടുള്ള ട്രേഡും അതുപോലെ ടീയുടെ ട്രേഡും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ 1833 ആയപ്പോൾ എന്ത് സംഭവിച്ചു, ആ ഒരു പവറും കൂടെ ഏതിലേക്ക് പോയി, ക്രൗണിലേക്ക് പോയി. അതായത് ഷിഫ്റ്റഡ് ദ ബോർഡ്സ് ഫോക്കസ് ഓഫ് ദ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ മോണോപ്പൊളി ലോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, വയ്ക്കുന്ന ബോർഡിനെ സുപ്രീം സൂപ്പർവൈസറി ബോഡി ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, അതും കൂടെ ബോർഡിലേക്ക് പോയി. കൊമേഴ്ഷ്യൽ മോണോപ്പൊളി 1833 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നഷ്ടമായി. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പ്രസിഡൻസിനെ നോക്കാം ബോർഡ് ഓഫ് കൺട്രോളിൽ. ഹെൻറി ഡുനാസ് നമ്മളിപ്പോൾ പഠിച്ചു. ആദ്യത്തെ 1793 to 1801 1793 ബോർഡ് ഓഫ് കൺട്രോളൊക്കെ വരുന്നത്. അപ്പോൾ 1793 പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 വരുന്നത്. 1793 മുതൽ 1801 ആദ്യത്തെ പവർഫുൾ ആയിട്ടുള്ള പ്രസിഡൻ്റാണ് ഹെൻറി ഡുണ്ടാസ്. ഓക്കെ, ഇദ്ദേഹമാണ് ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം കൺസോളിഡേറ്റ് ചെയ്യുന്നത്. വിസ്കൗണ്ട് കാസ്റ്റൽ റേ എടുക്കുകയാണെങ്കിൽ 1802 to 1806 നെപ്പോളിയോണിക് വാറിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷൊക്കെ നടന്ന ആ സമയത്തുണ്ടായിരുന്നുള്ള, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ജോർജ് ഗാനിങ് നോക്കണം, 1816 1821 ഇദ്ദേഹം പിന്നീട് ബ്രിട്ടൻ്റെ PM ഒക്കെ ആയിട്ടുണ്ട്. ചാൾസ് ഗ്രാൻഡ് 1830 to 1834 ചാർട്ടർ ആക്ട് ഓഫ് 1833 വരുന്ന സമയത്ത് ഈ ഒരു ബോർഡിൽ ഉണ്ടായിരുന്ന ആളാണ്, ബോർഡ് ഓഫ് കൺട്രോളിൽ ഉണ്ടായിരുന്ന ആളാണ്, പ്രസിഡൻ്റായിരുന്നു ചാൾസ് ഗ്രാൻഡ് ചാർട്ടർ ആക്ട് ഓഫ് 1833 സമയത്ത്. സർ ജോൺ ഹോബ് ഹൗസ് 1835 to 1841 സർ ജോൺ ഹോബ് ഹൗസ് 1835 to 1841 ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാറിൻ്റെ സമയത്തും ഓപ്പിയം വാറിൻ്റെ സമയത്തൊക്കെ ആരായിരുന്നു ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ പ്രസിഡൻ്റ് എന്ന് ചോദിച്ചാൽ അത് സർ ജോൺ ഹോബ് ഹൗസ് ആണ്. സർ ചാൾസ് വുഡ് 1852 to 1855 കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളാണ്. വുഡ്സ് ഡിസ്പാച്ച് 1854 അത് നിലവിൽ വരുന്ന സമയത്ത് സർ ചാൾസ് വുഡായിരുന്നു പ്രസിഡൻ്റ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ. ഇനി വുഡ്സ് ഡിസ്പാച്ച് എന്ന് വെച്ചാൽ നമ്മുടെ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ചാണ്. ഓക്കെ, മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന വുഡ്സ് ഡിസ്പാച്ചാണ്. ഇതിനകത്താണ് അവർ പറഞ്ഞത് എന്താണ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൈമറി സ്കൂൾസുകൾ, പ്രൈമറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വെർണാക്കുലർ നമ്മുടെ സ്വന്തം ലാംഗ്വേജിലും കൊടുക്കണം, മദർ ടങ്ങിലും കൊടുക്കണം, ഹയർ എഡ്യൂക്കേഷൻസ് ഇംഗ്ലീഷിനും കൊടുക്കണമെന്ന് പറഞ്ഞത് ഈ വുഡ്സ് ഡിസ്പാച്ചിലാണ്. ഓക്കെ, വുഡ്സ് ഡിസ്പാച്ച് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ മെക്കാളേസ് മിനിറ്റ് എന്ന് പറയും. മെക്കാളേസ് മിനിറ്റിൽ അവർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ എലൈറ്റ്സിന്, അതായത് ടോപ്പ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കുകയും അത് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ താഴേക്കിടയിലുള്ള ആൾക്കാരിലേക്ക് അതെന്ത് ചെയ്യും, എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതാണ് അവർ മെക്കാളേസ് മിനിറ്റിലൂടെ കൊണ്ടുവന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ കൊളോണിയൽ റൂളിന് ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് അറിയാവുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മെക്കാളേസ് മിനിറ്റൊക്കെ കൊണ്ടുവരുന്നത്. ഇനി എയർൽ ഓഫ് എലൻബറോ എടുത്താൽ 1858 റിവോൾട്ടിൻ്റെ സമയത്തുള്ള ആളാണ്. അതെ, 1857 അപ്രൈസിങ്ങിൻ്റെ സമയത്ത് ഉള്ള ആളാണ്. ഓക്കെ, 1857 റിവോൾട്ടിൻ്റെ സമയത്തുള്ള ആളാണ് എയർൽ ഓഫ് എലൻബറോ. നെക്സ്റ്റ് ലോർഡ് സ്റ്റാൻലിയും 1858 കാലഘട്ടത്തിലുള്ള ആളാണ്. ഫൈനൽ പ്രസിഡൻറ്റ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ലോർഡ് സ്റ്റേൻലിയാണ്. പിന്നീട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയൊക്കെ ആവുന്നുണ്ട് അദ്ദേഹം. ഓക്കെ, ഫൈനൽ പ്രസിഡൻറ്റ് ലോർഡ് സ്റ്റേൻലിയാണ്. ഫസ്റ്റ് പവർഫുൾ പ്രസിഡൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഹെൻറി ഡുണ്ടാസാണ്. ഇതാണ് ചോദിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി നാച്ചുറൽ ഒക്വറിങ് എലമെൻറ്റ്സ് ഡിഡ് ദ പീരിയോഡിക് ലോ ഒറിജിനലി റിവീൽ അനലോജീസ് എമോങ്? കെമിസ്ട്രി എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ പീരിയോഡിക് ലായിൽ
എത്ര നാച്ചുറലി ഒക്കൂറിങ് എലമെൻറ്റ്സ് ആണ് ഉള്ളതെന്നാണ് ചോദ്യം. 94 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, മെൻ്റലീസ് ലോ 1869 മെൻ്റലീസ് ലോയും നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ലോയും തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. മെൻ്റലീസിൻ്റെ കാലഘട്ടത്തിൽ 63 എലമെൻറ്റ്സേ കണ്ടെത്തിയിട്ടുള്ളായിരുന്നു. ഇപ്പം നിലവിലറിയാമല്ലോ 118 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി അറ്റോമിക് വെയ്റ്റിൻ്റെ ഒരു ബേസിസിലാണ് മെൻ്റലീവ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. പക്ഷേ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളോ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ്. നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ് മാത്രമായിരുന്നു അന്ന് മെൻ്റലീവ് കണ്ടെത്തിയ, അതായത് അപ്രോക്സിമറ്റ്ലി 63 എന്ത് തന്നെയായിരുന്നു, നാച്ചുറലി ഒക്കറിങ് എലമെൻ്റ് ആയിരുന്നു. പക്ഷേ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നാച്ചുറലി ഒക്കറിങ് 94 ഉള്ളൂ, ബാക്കി നാച്ചുറലി ഒക്കറിങ് അല്ല. ഓക്കെ, 118 ടോട്ടലി ഉണ്ട്. 94 ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇനി നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്യാപ്പും ഇല്ല, ടേബിൾ കംപ്ലീറ്റ് ആണ്. പക്ഷേ മെൻ്റലീവ് പീരിയോഡിക് ടേബിളിൽ എന്തുണ്ട്, ഗ്യാപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം അലൂമിനിയത്തിൻ്റെ താഴത്തെ കോളം ഗ്യാപ്പാക്കി ഇട്ടിരുന്നു. അതിനെ ഏക അലൂമിനിയം എന്നാണ് മെൻ്റലീവ് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഏക സിലിക്കണിൻ്റെ താഴത്തെ കോളം ബ്ലാങ്ക് ആക്കിയിട്ടിരുന്നു. അത് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു, മെൻ്റലീവ് പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു ഇവിടെ ഏക സിലിക്കൺ എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ടാകും. അതുപോലെ സ്കാൻഡിയം ആണെങ്കിൽ സ്കാൻഡിയത്തിൻ്റെ താഴെ ബോറോണിൻ്റെ താഴെ ഏക ബൊറോൺ എന്ന് പറയുന്ന ഒരു കോളം ബാക്കി വെച്ചിരുന്നു. അതായത് പറഞ്ഞു വരുമ്പോൾ അതായത് ഏക അലൂമിനിയം എന്ന് മെൻ്റലീവ് ഉദ്ദേശിച്ചത് ഗ്യാലിയമാണ്. പിന്നീട് അത് ഗ്യാലിയമായിട്ട് കണ്ടെത്തി. ഓക്കെ, അലൂമിനിയം ഗ്യാലിയം അങ്ങനെ എന്ത് ചെയ്താൽ മതി, ആലോചിച്ചാൽ മതി. അലൂമിനിയം ഗ്യാലിയം രണ്ടിലൊരു ലിയം ഉണ്ടല്ലോ. ഇനി ജെർമേനിയമാണ് ഏക സിലിക്കൺ. ഏക ബോറോൺ ഏതാണ്, സ്കാൻഡിയമാണോ ഏക ബോറോൺ. ഇതുവല്ല ബർബോണിൻ്റെ ക്യാൻഡി എന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. സ്കാൻഡിയം എന്ന് പറയുമ്പോൾ ഏക ബോറോണാണ്. ഓക്കെ, സോ ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സോ താങ്ക് യു.